ഈമാനിന്റെ അടയാളാണ്. ഒരാൾക്ക് ഈമാൻ ഉണ്ട് എന്നുള്ളതിന്റെ അടയാളാണ് മദീനക്കാർ ഇഷ്ടപ്പെടുക. ചിലർ മദീനയിൽ പോയിട്ട് മദീനനെ കുറ്റം പറയരുത്, എന്തൊരു കാലാവസ്ഥ, മദീനന്റെ പൊടിയെ കുറ്റം പറഞ്ഞാൽ തന്നെ ശിക്ഷയുണ്ട് എന്ന് സൂഫിയാക്കൾ പറഞ്ഞ കാണാം. മദീനയിലെ മുത്തവ്വമാരെയും നമ്മൾ കുറ്റം പറയാൻ നിൽക്കണ്ട. അവിടെ ഒരു മുത്തവ്വ ഉണ്ടായിന്, ഞാൻ റൗദയിന്ന് സലാം പറയുമ്പോൾ എന്നെ ഉണ്ടീന്ന് ഇനും പറയണ്ട. മദീനക്കാരെ കുറ്റം പറയുന്നത് നമ്മൾ നിർത്തണം. മദീന എന്ന് പറയുന്ന നാട്, മദീന പിന്നെ ലൈവിടാനുള്ള നാടും അല്ലട്ടോ. മദീനയിൽ അങ്ങനെ ലൈവിടാനായിട്ട് മദീനയിലൊന്നും പോണ്ട. മദീന എന്ന് പറഞ്ഞാൽ മദീനക്ക് ഒരു പവിത്രത ഉണ്ട്. എന്താ മദീനന്റെ പവിത്രത? എന്നെ ആരെങ്കിലും സിയാറത്ത് ചെയ്യാൻ വേണ്ടി വന്നാൽ എന്നെ സിയാറത്ത് ചെയ്യലല്ലാതെ മൂപ്പരുടെ വരവിന് വേറെ ഒരു ലക്ഷ്യവും ഇല്ല. അങ്ങനെ പറഞ്ഞാൽ മദീനയിലുള്ള 8 ദിവസമായിട്ട് അൽഹംദുലില്ലാ 40 ജമാഅത്തിൽ കിട്ടി. അതൊന്നും അങ്ങനെ എല്ലാവരോടും പറയേണ്ടി ഒന്നുമല്ല. ഈ മദീനയിലുള്ള ഒരാളെയും കുറ്റം പറയാൻ പാടില്ല. അത് വലിയ അപകടമാണ്. മദീനയിൽ നിന്ന് എന്തെങ്കിലും ഒരു അപകടം വന്നു പോയാൽ, ഒരു കള്ളുകൂടി ഉണ്ടായാൽ കള്ളുകൂടിന്റെ ഹറാമേ ഉണ്ടാവുള്ളൂ. കള്ളുകൂടിന്റെ ഹറാമേ ഉണ്ടാവുള്ളൂ എന്ന് പറയാൻ ചെറുതാക്കല്ല, ശേഷം വരാൻ പോകുന്ന ആശയത്തിന് വലുതാക്കുകയാണ്. വ്യഭിചരിച്ചാൽ വ്യഭിചരിച്ച ഹറാമ ഉണ്ടാവുക. മദീനയിൽ നിന്ന് അതവുകേട് കാണിച്ചാൽ ആ ഹറാമിൽ ഒതുങ്ങൂല. ഇതുവരെയുള്ള അമലൊക്കെ പൊളിഞ്ഞു പോകും. മദീനയിൽ നിന്ന് ആവേശമല്ല വേണ്ടത്, ആദർശമാണ് വേണ്ടത്. മദീനയിൽ നിന്ന് ശബ്ദം ഉയർത്തി സംസാരിക്കാൻ പാടില്ല. അവിടെ ഇമാമിങ്ങൾ പറയുന്നതാണ്, നീ റാക്കിൽ വെച്ച ചെരുപ്പ് താഴെ ഇടുമ്പോൾ ആ സൗണ്ട് റൗലയിൽ നിന്ന് കേൾക്കുന്നത് വരെ നീ പേടിക്കണം. നല്ല മദീന അദബിന്റെ നാടാ.